എന്റെ ചാനലിൽ ഞാൻ വീഡിയോസ് ഇട്ട് കയറുന്നില്ല. ഇതേമാതിരി എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഫോൺ കൊണ്ട് വെക്കും. എന്നിട്ട് ഞാൻ എന്റെ കൈ മാത്രം കാണിച്ചിരുന്നുള്ളൂ ഗൈസ്. ആ ക്രാഫ്റ്റില് കൈ കാണിക്കും, പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കി ലാസ്റ്റ് ആയിട്ട് ഒരു ഷോർട്ട് ഇങ്ങനെ ബിറ്റീം വേണമെങ്കിൽ ബിറ്റീം എന്നൊരു ഷോർട്ട് ഇങ്ങനെ എടുക്കുക. അതാണ് ഞാൻ ആദ്യം യൂട്യൂബിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അങ്ങനെയാണ് ഞാൻ സത്യം പറഞ്ഞ വീഡിയോസ് ഒക്കെ ചെയ്ത് യൂട്യൂബിലേക്ക് വന്നത്. അത് കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോഴേക്കും സബും കയറുന്നില്ല, അന്ന വ്യൂസ് അന്നത്തെ റേഞ്ചിൽ വ്യൂസ് നമുക്ക് കുറച്ചുള്ളൂ, എന്നാലും വ്യൂസും വലിയ രീതിയിലൊന്നും കയറുന്നില്ല. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചേഞ്ച് വേണം. പിന്നെ ഞാൻ കാണുന്നവരെല്ലാരും ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്യുന്നവരായാലും ചെറിയ ഫേസ് ഒക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ അങ്ങനത്തെ ഒക്കെ മോഡൽ വന്നപ്പോ എനിക്കും എന്തോ മാതിരി. അപ്പൊ ഞാൻ പകുതിക്ക് വെച്ച് അവിടെ ചെന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്തു. അത് കഴിഞ്ഞപ്പോ പിന്നെ കുറെ ഗിഫ്റ്റ് വീഡിയോസ് എടുക്കാൻ തുടങ്ങി. അതായത് ഈ അങ്ങനത്തെ ചെറിയ പരിപാടീസ് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് അങ്ങനെയും ജസ്റ്റ് ഒന്ന് പെർഫോം ചെയ്യാന്ന് വെച്ച് അവിടെയും വന്നു നോക്കി. അവിടെയും അത്ര വലിയ നമുക്ക് ആ റീച്ചും കാര്യങ്ങളൊന്നും കിട്ടും. അത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് സർപ്രൈസ് എന്നാണോ അതോ വീഡിയോസ് ചെയ്യാൻ വേണ്ടി ഒരുത്താൻ വന്നതാണോന്ന് അറിയില്ല, അങ്ങനെ വന്നവര് ശരിക്കും അത് ശരിക്കും കളിക്കാനൊക്കെ ആയിട്ട് വന്നതാ. അപ്പൊ ഞാനാണ് യൂട്യൂബില് വീഡിയോസ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് അവനെ ജസ്റ്റ് കാണിച്ച് എങ്ങനെയുണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിട്ട് അവനെ കൊണ്ടുവന്നതാണ്. പക്ഷെ വിചാരിച്ചതിനായിട്ട് അടിപൊളി. കാരണം ചെക്കൻ വീഡിയോസ് ഒക്കെ ചെയ്തു തുടങ്ങി, വീട്ടുകാരെ കാണിച്ചു തുടങ്ങിയവൻ. അപ്പൊ അവനൊരു യൂട്യൂബർ എന്ന് പറയാൻ അവനൊരു അഭിമാനം. അങ്ങനെയൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അബിയിൽ കൊണ്ടുവന്നിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തുടങ്ങിയത്. അന്ന് പിന്നെ അബി വന്നേ പിന്നെ ഞാൻ പറഞ്ഞ മാതിരി എന്റെ ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ പിന്നെ മീനൊക്കെ പിടിക്കുന്നത് ഇവനെ കൊണ്ടാക്കി. അങ്ങനെയൊക്കെ വീഡിയോസ് പോയിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പകുതിക്ക് വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞ മാതിരി ഒരു വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ വന്ന് ഞാൻ ജസ്റ്റ് ഈ പറഞ്ഞ മാജിക് ടെക് മലയാളം എന്ന് പറഞ്ഞ ചാനലായിരുന്നു. ആ ടൈമിൽ അത് നേരെ കൊണ്ടുവന്നിട്ട് പേസ്റ്റ് ചെയ്ത് സബ്സ്ക്രൈബേഴ്സ് കൂട്ടാൻ വ്യൂസ് കൂട്ടാന്നൊക്കെ പറഞ്ഞൊരു സൈറ്റ് കൊണ്ട് ഇട്ടത് ഓർമ്മയുള്ളൂ ഗൈസ്. 2 ആഴ്ചക്കുള്ളിൽ ആ ചാനൽ അടിച്ചു പോയി. എൻ്റെ ഒരു കൺട്രോൾ പോലും ഇല്ല. എനിക്ക് ആ സത്യം പറഞ്ഞ സ്റ്റുഡിയോന്നായാലും എനിക്ക് കയറാൻ പറ്റുന്നില്ല, നമ്മുടെ ചാനലിലേക്ക് കയറാൻ പറ്റുന്നുണ്ട്. അതുവരെ അടിച്ചു പോയാൽ മതി ഗൈസ്. പിന്നെ ചാനലിന്റെ ലോഗോ ഒന്നും കാണാനില്ല. അപ്പൊ അങ്ങനെ ചാനൽ ഫുള്ളി ഡെഡ് എന്ന് പറയാം. അങ്ങനെ ടെർമിനേറ്റ് ചെയ്തപ്പോ ഞാൻ ചാനൽ എടുത്ത് കളഞ്ഞ് മാജിക് ടെക് എന്ന് പറഞ്ഞിട്ട് ചാനൽ വന്നു. അത് ഈ പറഞ്ഞ മാതിരി നല്ല രീതിയിൽ പെർഫോം ചെയ്ത് വന്നെങ്കിലും ഒരു ടൈം കഴിഞ്ഞപ്പോ അതിന് റീച്ചും ഇല്ല. പിന്നെ നമ്മൾ വിചാരിച്ച മാതിരി പണ്ടത്തെ ഇത് വീഡിയോസ് ഇതിൽ ഇടാനും പറ്റുന്നില്ല. അങ്ങനെ ആ റീച്ച് ഔട്ട് ആയ ചാനലിൽ നിന്ന് ഉള്ള ഒരു ഇത് വന്നപ്പോ ആ മാജിക് ടെക് എടുത്ത് ഞാൻ ഓൾറെഡി ഇത് കാണാൻ. പിന്നെ ഒരു കംബാക്ക് എന്നാണോ അതൊരു ചാനൽ സൃഷ്ടിച്ച് നമ്മള് ഒരു പുതിയൊരു ചാനലായിട്ട് വന്നോണ്ടാണെന്ന് അറിയില്ല. കുറെ റിസർച്ച് ചെയ്ത് നമ്മ എങ്ങനെയൊക്കെ നമ്മ 2 മച്ചാന്മാരും വരികയല്ലോ. അതായത് ജീവ മച്ചാനും അതേമാതിരി പ്രവീൺ മച്ചാനും കംഫോർട്ടബിൾ ചെയ്യുന്ന മാതിരി 2 മച്ചാന്മാര് ടൈപ്പ് ഒരു ലിങ്ക് അങ്ങനെ ഒരു പോയില് നമ്മൊരു ക്രിയേറ്റ് ചെയ്തൊരു ചാനലാണ് സത്യം പറഞ്ഞാൽ മൾട്ടി മച്ചാൻ. മൾട്ടി മച്ചാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ കുറെ റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് ഈ മൾട്ടി മച്ചാൻ എന്ന് പറഞ്ഞത്. മച്ചാൻ വേറെ ഇല്ല, ഞാൻ പറഞ്ഞ വഴി നമ്മ 2 പേരായിട്ട് ചെയ്യുന്ന കാരണം ജിയോ മച്ചാന്റെ ചെറുതായിട്ട് പിടിച്ചൊരു പേരെന്ന് പറയാം. മൾട്ടി മച്ചാൻ എന്ന് പറഞ്ഞ ചാനൽ വന്നു. അത് സെറ്റ് ഫ്ലോയിൽ വന്നു ഗൈസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ തുടക്കം ചെയ്ത് ഈ പറഞ്ഞ മാതിരി ചെറിയ ചെറിയ എക്സ്പെരിമെന്റ്, ഈ ചൊറുക്ക അതേമാതിരി മറ്റേ നാരങ്ങ അങ്ങനെ അങ്ങനെ മിക്സ് ചെയ്ത് കുറെ കണ്ടന്റ് ടൈപ്പ് സാധനങ്ങളായിട്ട് ചെറിയ എക്സ്പെരിമെന്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് സത്യം പറഞ്ഞാൽ മൾട്ടി മച്ചാൻ എന്ന് പറഞ്ഞ ചാനൽ ഞങ്ങൾ വന്നു തുടങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ 1-2 വീഡിയോസ് ഇട്ട് വലിയ, അതായത് വീഡിയോസ് അല്ല ഗൈസ്, അതിൽ ഷോർട്സ് ആയിരുന്നു. ഞാൻ പറഞ്ഞ മാതിരി 1-2 സംഭവങ്ങളൊക്കെ ഇട്ട് ഞങ്ങൾ വന്ന് പിന്നെ 3 മാസം 4 മാസമൊക്കെ ഗ്യാപ്പ് എടുത്തു. എന്തോ എന്തിനോ എടുത്തത് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. ആ ഗ്യാപ്പ് എടുത്ത് കഴിഞ്ഞ് രണ്ടാമത് ഞങ്ങൾ വന്നു. ഇനി എന്തായാലും നമുക്ക് 1K അടിക്കാണ്ട് നിർത്തരുത് ഞങ്ങൾ ഉറപ്പിച്ചിട്ട് തന്നെ പിന്നെ വീഡിയോസ് ചെയ്തത്. അത് കഴിഞ്ഞ് വെക്കേഷൻ ടൈമായി. അന്ന് ഞങ്ങൾ പിടിച്ചു ഗൈസ്. ക്ലിയർ ആയിട്ട് പറയാം 3 മാസത്തിന്റെ അടുത്ത് അങ്ങോട്ട് അടുപ്പിച്ച് ഞങ്ങൾ വീഡിയോസ് ചെയ്ത് കഴിച്ചു. കാരണം വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഷോർട്സ് ഉണ്ടാവും. ഓക്കെ, ഷോർട്സ് അന്ന് നല്ല ട്രെൻഡിങ് വരുന്നത് ഷോർട്സ് ആയിരുന്നു. അപ്പൊ ഷോർട്സ് ഞങ്ങൾ അടുപ്പിച്ച് ചെയ്ത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ക്ലിയർ ആയിട്ട് 2 മാസം കൊണ്ട് ഞങ്ങൾ സബ് കയറ്റുന്നത് ക്ലിയർ ആയിട്ട് ഞങ്ങൾ കണ്ടിരുന്നു. കാരണം അത്ര ഗ്രോത്ത് ഞങ്ങൾ വിചാരിച്ചതിനായിട്ട് ഹൈപ്പ് ഗ്രോത്ത് ഒക്കെ വന്നു. സത്യം 2 ദിവസം കൊണ്ടൊക്കെ 200 മേളിൽ സബ് കയറിയത്. അപ്പൊ ഞങ്ങൾ മനസ്സിലാക്കി ഏത് വീഡിയോസ് അടിപൊളിയായിട്ട് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി സബും വരും, നല്ല രീതിയിൽ ഓഡിയൻസും വരും. കാരണം ഞങ്ങൾ അന്നൊക്കെ വരുന്നത് 500 വ്യൂസ് ഒക്കെയാണ് ഞങ്ങൾക്ക് മാക്സിമം വന്നിരുന്നു. അത് കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ ഈ സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതിനനുസരിച്ച് ഗ്രോത്തും കൂടി തുടങ്ങി. 1.5K മേളിലേക്ക്, പിന്നെ 2K 3K 4K 5K അങ്ങനെ ഷോർട്ട് വീഡിയോസ് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ തുടങ്ങി. അതിലൊരു വീഡിയോ കയറി കൊളത്തി അത് ഞങ്ങൾക്ക് 3 ലക്ഷം വ്യൂസ് ആണ് വന്നത്. 3 ലക്ഷം. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് സത്യം പറഞ്ഞ ചില്ലറ കളിയൊന്നുമില്ല, വീഡിയോസ് ചെയ്തോണ്ടിരുന്ന നല്ല ഹൈ റീച്ച് വരും. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ അടിച്ചു കയറി വന്ന്
സത്യം പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷമായത് വേറെ ഒന്നും ഗൈസ്. നിങ്ങൾ 1K ഹിറ്റ് ചെയ്തു. 1K ഹിറ്റ് ചെയ്ത് പൊന്നെ സന്തോഷം പറഞ്ഞറിയാമില്ലേ. അന്ന് ഞാൻ കേക്ക് മുറിക്കണ എന്തിട്ടൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ ഒന്നും ചെയ്തില്ല. വേറെ ഒന്നല്ല, നമുക്ക് കുറച്ചും കൂടി ഗ്രോത്ത് ഒക്കെ വരാണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ പെട്ടെന്ന് തന്നെ കെട്ടുപോയി ഗൈസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് പരീക്ഷയും കാര്യങ്ങളും തുടങ്ങി. അതേമാതിരി ഇവൻ അമ്മ വീട്ടിലേക്ക് പോയി. അങ്ങനെ കുറച്ച് സീൻ വന്നപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോസ് ഞാൻ ക്യാമറമാനായിട്ട് നിന്നാ പോരല്ലോ, എടുക്കാൻ ഒരാൾ വേണ്ട അത് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്യണ അബി പോയിപ്പോ സത്യം പറഞ്ഞാൽ ഞാൻ ലോക്കായ മാതിരി. കാരണം വീഡിയോസ് പിന്നെ 2-3 മാസങ്ങളിൽ ഇടുന്നില്ല. പിന്നെ ഇവൻ വരാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തിട്ട് ഇവൻ വന്നെങ്കിൽ കൂടി ഇവന് പരീക്ഷയും കാര്യങ്ങള് ക്ലാസ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ വന്നപ്പോ സത്യം പറഞ്ഞാൽ ശരിക്കും ചാനൽ അടിച്ചു പോയ മാതിരി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോസും ചെയ്യാൻ പറ്റുന്നില്ല. എന്നാലും ഇവൻ വന്നാൽ മാത്രമാണ് എനിക്ക് എന്തെങ്കിലും ഷോർട്സ് ആയിട്ട് ഇറക്കാനും പറ്റുള്ളൂ. എനിക്ക് ഒറ്റയ്ക്കൊന്നും ചെയ്യാനും പറ്റില്ല. അങ്ങനത്തെ ചെയ്ത് സത്യം പറഞ്ഞാൽ ഒരു ഷട്ട് ഡൗൺ വരെ ചാനല്. ഇപ്പോഴും ചാനലുണ്ട്. ആ ചാനലിന്റെ പേര് മാറ്റി ഞാൻ സത്യം പറഞ്ഞ ഒരു ഗെയിമിങ്ങിൽ എന്റെ പേര് സ്പാരോ എന്നാണ്. അപ്പൊ ഞാൻ സ്പാരോ ഗെയിമിംഗ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആ ചാനലൊന്ന് കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഇനി അങ്ങനത്തെ വീഡിയോസ് വേണ്ടെന്ന് അവൻ പറഞ്ഞു. ഇനി അങ്ങനത്തെ വേണ്ട, നമുക്ക് വല്ല ഗെയിമിങ്ങിന്റെ ഇറക്കാൻ വന്നു. അപ്പൊ ഞാൻ എന്റെ ഒരു ഗെയിമിങ്ങിന്റെ ഫ്ലോയില് ഗെയിമിങ് ചാനലാക്കി മാറ്റി. ഇപ്പോഴും ആ ചാനൽ ഉണ്ട് ഗൈസ്.